الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تطع كل حلاف مهين هماز مشاء بنميم. صدق الله مولانا العظيم. شرار عباد الله المشاؤون بالنميمة المفرقون بين الأحبة. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മുടെ വിഷയങ്ങളിലെല്ലാം വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വിചാരിച്ചതിലും വലിയ വിജയം അല്ലാഹു നൽകട്ടെ. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ ശരീരത്തിലെ സുപ്രധാനങ്ങളായ 7 അവയവങ്ങളെ സംരക്ഷിക്കുകയും അതിനെ വല്ലാതെ കൂടുതൽ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടെ നോക്കണമെന്നുള്ള ഒരു നിർദ്ദേശം, ഒരു ഉപദേശം. അതിലെ ഓരോ അവയവത്തിൻ്റെയും വിഷയം പറഞ്ഞ കൂട്ടത്തിൽ നാവിൻ്റെ വിഷയം പറഞ്ഞു. നാവ് നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ തകരാറുകൾ എണ്ണി പറഞ്ഞു. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയി. കളവ് പറയുക, അതുപോലെ മറ്റൊരാളെ കുറിച്ച് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു വരുത്തുക, പറയുക, ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞു. മൂന്നാമതും പിന്നെ അതിന് തുടർന്ന് ഇമാം ഗസാലി സൂചിപ്പിച്ച ഏതാനും ചില നാവിൻ്റെ അപകടങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഏഷണി പറയുക എന്നുള്ളത് നാവിൻ്റെ അപകടങ്ങളിൽ ഒന്നാണ്. ഏഷണി പറയുക. ഏഷണി എന്ന് പറഞ്ഞാൽ അതായത് ഒരാൾ പറഞ്ഞതിനെ നാട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള നിലക്ക് ഫിത്തനയും ഫസാദും കുഴപ്പമാവണം, തകർക്കണം എന്നുള്ള നിയത്തോടുകൂടി ഒരാളുടെ വാക്കിനെ ഉദ്ധരിക്കുന്നതിനാണ് ഈ ഏഷണി എന്ന് പറയാം. ഇന്നിപ്പോൾ ധാരാളം വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം അതാണ്. നമ്മൾ ഈ വാട്സാപ്പിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ഒരാൾ പറഞ്ഞതിൻ്റെ ക്ലിപ്പ് കട്ട് മുറിച്ചെടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊടുത്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുത്ത് അവർ തമ്മിൽ അവിടെ അതിൻ്റെ പ്രശ്നമായി, നാട്ടിൽ കുഴപ്പമായി, ഇങ്ങനെ നാട്ടിൽ ഫിത്തന ഫസാദാക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ വാക്കുകൾ അത് വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും അത് എടുത്ത് മറ്റൊരാൾക്ക് ചാറ്റ് ചെയ്യുന്നതിനാണ്, കൊടുക്കുന്നതിനാണ്, ഫോർവേഡ് ചെയ്യുന്നതൊക്കെ ഏതിൽ പെടുന്നുണ്ട്? ഈ ഏഷണി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നുണ്ട്. സ്വർഗം തടയുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു തെറ്റായ കർമ്മമാണ് ഈ ഏഷണി എന്ന് പറയുന്നത്. ഒരാൾക്ക് നല്ലവർക്ക് വിശ്വാസമുണ്ട്, കർമ്മങ്ങളുണ്ട്, അവർക്ക് സ്വർഗം കിട്ടേണ്ടതാണ്. പക്ഷെ ആ സ്വർഗം കിട്ടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ദുഷ്ചെയ്തിയാണ് ഈ ഏഷണി എന്ന് പറയുന്നത്. തിരുനബി പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, ഇന്ന നമീമത വൽ ഹിഖദ ഫിന്നാർ. ഏഷണിയും ഈ കുരുഷ്ട് കാണിക്കുന്നതും പോര് കാണിക്കുന്നതും ഇത് രണ്ടും നരകത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ പൂർവികരായിട്ടുള്ള സലഫു സ്വാലിഹീങ്ങൾ എന്ന് പറയും, ആദ്യകാലത്തുള്ള മഹാ മനുഷ്യ, അവരൊക്കെ നിരീക്ഷിച്ച ഒരു നിരീക്ഷണത്തിന്റെ ഭാഗം വഖാല ബഅദു സലഫി സ്വാലിഹ് ലാ യകൂനു നമ്മാമു ഇല്ലാ വലദ. ഈ ഏഷണി പറയുന്ന ഒരു പ്രകൃതക്കാരുണ്ടല്ലോ, ഏഷണി പണി എടുക്കണം. ചില ആളുകളുടെ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ അവർ പറയുന്നു, പൂർവികർ പറയുന്ന അത് ജാരസന്തതികൾക്കാണ് അങ്ങനത്തെ പണി ചെയ്യാറ്. ജാരസന്തതികൾ, ഒരു ശരിയായ ഒരു വാപ്പക്ക് പറക്കാത്ത ആളുകളുടെ പണിയാണത്. അവരിലൂടെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുക കൂടുതലും എന്ന് മഹാന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ അപകടമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള മര്യാദകളും ചിട്ടകളും ഒക്കെ ഒരു കവിതാ രൂപത്തിൽ ലോകത്തിന് സമർപ്പിച്ച ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, കഴിഞ്ഞുപോയി, തെക്കൻ കേരളത്തിൽ, തഴവ ഉസ്താദ്. അദ്ദേഹത്തിന്റെ ആ കാവ്യകൃതിയിൽ 2 വരി മാത്രം: കൂട്ടിപ്പിടിപ്പിക്കൽ കടുപ്പം സോദര, ഖബറിൽ ഞെരുക്കം പിന്നുരുക്കം തുരുതുരാ, ഏഷണി ഒരൽപ്പം മതിയടോ കുഴയുന്നതാ, തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ.
ഈ പരസ്പരം രണ്ട് കൂട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക. ഹദീസിൽ ഞാൻ വായിച്ചില്ലേ, ഷിറാരു ഇബാദല്ല, അള്ളാന്റെ അടിമകളിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യർ, ഏറ്റവും മോശപ്പെട്ട ആളുകൾ അൽ മശാഊന ബിൻ നമീമ, ഏഷണി പരത്തുന്നവരാണ്. അൽ മുഫർരിഖൂന ബൈനൽ അഹിബ്ബ, വളരെ സ്നേഹത്തിൽ പരസ്പരം ഇഷ്ടത്തിലും സ്നേഹത്തിലും കഴിയുന്ന ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന, അവരെ പിരിക്കുന്ന, അവരെ വേർപിരിക്കുന്ന തരത്തിലുള്ള ഈ ഏഷണി പരത്തുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ് അള്ളാന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ആശയത്തെ ഉൾക്കൊള്ളിച്ചിട്ടാണ് മഹാനവറുകൾ ഈ കവിത നെയ്തിട്ടുള്ളത്. കൂട്ടിപ്പിടിപ്പിക്കൽ, കടുപ്പം സോദര, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ശത്രുത ഉണ്ടാക്കുക, അത് ഭയങ്കര കടുപ്പുള്ളതാ മോനെ. ഖബറിൽ ഞെരുക്കം, അങ്ങനത്തെ ആളുകൾക്ക് ഖബറിൽ കുറച്ച് ഞെരുക്കം കൂടും, ശിക്ഷ കൂടും. പിന്നെ ഉരുക്കം, ഈ ഖബറിൽ ഞെരുക്കവും പിന്നെ ശരീരം ഒന്നായിട്ട് ഉരുകും. ആ ഉരുക്കം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന ഉരുക്കമാണ്. അത് തുരുതുരാ അങ്ങനെ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഖബറില് ഒരു സ്വസ്ഥതയും സമാധാനവും ആ മനുഷ്യന് കിട്ടൂല. നമ്മളൊക്കെ കേട്ടൊരു വയറുണ്ട്, അത് പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ടാളുകളെ മറവ് ചെയ്ത ഖബറിന്റെ അരികിലെത്തി അള്ളാന്റെ ദൂതൻ നടത്ത അവിടെ നിർത്തി കുറച്ച് അല്പനേരം ബേജാറോടുകൂടി ഒരു ചിന്താനിമഗ്നനായി അവിടെ നിന്നു. എന്നിട്ട് വേഗം ഒരു കൊമ്പെടുത്തിട്ട് മുറിച്ചു, പച്ചക്കൊമ്പ് രണ്ട് കഷ്ണാക്കി, എന്നിട്ട് ഖബറിന്റെ രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് തൂറ്റി. എന്നിട്ട് പറഞ്ഞ് ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ആ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാനാണ് ഈ പച്ചക്കൊമ്പ് അവിടെ കുത്തിയത്. ഈ കൊമ്പിന്റെ പച്ചപ്പുള്ള കാലത്തോളം ആ കൊമ്പ് അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നിടത്തിൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും. ഒരു ചെറിയൊരു ആശ്വാസം അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഖബറും പുറത്തൊക്കെ വൈകാരി കൊമ്പ് കുത്തുന്നൊക്കെ ആചാരം അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോ എന്നിട്ട് തിരുനബി പറഞ്ഞു, ഇവര് ശിക്ഷിക്കപ്പെടുന്നത് വലിയ എന്തോ സൂക്ഷിക്കാൻ പ്രയാസമുള്ള തെറ്റ് ചെയ്തിട്ടല്ല, പക്ഷെ ചെയ്ത തെറ്റ് ചെറുതാണെങ്കിലും അത് ഗൗരവമേറിയതാണ്. ഒന്ന് മൂത്രിച്ചിട്ട് വേണ്ടതുപോലെ ശുദ്ധി വരുത്തൂല, അങ്ങനെ തന്നെ വന്നിട്ട് നിസ്കരിക്കും. വേണ്ടതുപോലെ മൂത്രമൊഴിച്ചിട്ട് കഴുകല് മാത്രമല്ല, മൂത്രത്തിന്റെ പമ്പിങ് കഴിഞ്ഞാൽ പിന്നെയും അതിന്റെ ഞരമ്പുകളിൽ അവശേഷം ഉണ്ടാവും. അത് ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞ് പുറത്തേക്ക് പോക്കണം. അങ്ങനെ പോക്കാതെ പെട്ടെന്ന് കഴുകിയിട്ട് പോരുന്ന ആളുകൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ ആ മൂത്രത്തിന്റെ തുള്ളികൾ വീണ്ടും എന്ത് ചെയ്യും, ഇറങ്ങി വന്ന് അവന്റെ ഡ്രസ്സിലൊക്കെ ആവും. ആ നജസ്സോട് കൂടിയിട്ടാണ് നിസ്കരിക്കുക. അപ്പൊ ശുദ്ധി കീപ്പ് ചെയ്യാതെ നടക്കുന്ന ആള് അതുപോലെയാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കക്ഷി ഈ ഏഷണി പരത്തുന്ന ആളാണ്, ാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ കക്ഷി എന്നും അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാ, ഏഷണിയൊരൽപ്പം മതിയടോ കുഴയുന്നതാ, തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ. കുറച്ച് മതി ഏഷണി, അതങ്ങട്ട് ആളി പടർന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിലൊക്കെ അങ്ങോട്ട് പരന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അതിങ്ങനെ കണ്ട് കേട്ട് അതിന്റെ പിന്നാലെ കൂടി ചർച്ച ചെയ്ത് ആകെ നശിക്കും. എത്രയാണ് ഇതിൻ്റെയൊക്കെ ആപത്ത്. പിന്നെയും ബഹുമാനപ്പെട്ടവർ പറയാണ്, ഗസാലി ഇമാം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് കൂടുതൽ പറയില്ല, പെട്ടെന്ന് വായിച്ചു പോകുന്നുള്ളൂ. എന്തൊക്കെയാണ് നാവിന്റെ ആപത്തുകൾ? മൂന്നെണ്ണപ്പോ പറഞ്ഞല്ലോ, 20ഓളം ആപത്തുകളുണ്ട്. ശത്തുമുൽ മുസ്ലിം, മുസ്ലിമിന് ചീത്ത പറയാ. വസ്സുഖരിയത്തു ബിൽ മുസ്ലിം, മുസ്ലിമിനെ പരിഹസിക്കുക. അൽ യമീനുൽ ഫാജിറ, കള്ള സത്യം ചെയ്യുക. ഷഹാദത്തു സൂർ, കള്ള സാക്ഷ്യം വഹിക്കുക. കോർട്ടിലൊക്കെ പോയിട്ട് കള്ളത്തരത്തിന് ഒപ്പം കൊടുക്കുക. വൽ ലഅൻ, ശപിച്ചു പറയുക, ശാപം പറയുക. വഖൗലുക ലിൽ മുസ്ലിമി യാ കാഫിർ, ഒരു മുസ്ലിമിനെ മുഖത്ത് നോക്കിയിട്ട് കാഫിർ എന്ന് പറയാ, അവനെ കാഫിർ എന്ന് വിളിക്കുക. വൽ ഖത്ഉ ബിശഹാദത്തി അലാ അഹദി മിൻ അഹ്ലിൽ ഖിബ്ല ബികുഫ്രിൻ ഔ ബിദ്അത്തിൻ ഔ ഫിസ്ഖിൻ മിൻ ദൂനി അൻ യതഹഖഖ ദാലിക യഖീനാ. മുസ്ലിമീങ്ങളുടെ ഖിബ്ല കൊള്ള അഥവാ പരിശുദ്ധ കഅബാലയം കൊള്ള നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടാതെ അയാൾ അവിശ്വാസിയാണ്, അയാൾ മുബത്തദിയാണ്, അയാൾ ഫാസിഖാണ് എന്നൊക്കെയുള്ള കുറ്റം ചാർത്തുക, അദ്ദേഹത്തെ കുറിച്ച് പേര് പറയുക. ഇയാൾക്കതിന് ഉറപ്പുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിദേഹത്തുകാരനാണ്, ഫാസിഖാണെന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞാൽ പറയാന്നല്ലാതെ അല്ലാത്ത കാലത്തോളം നമ്മൾ ചെറിയൊരു ഊഹം വെച്ചിട്ടോ എന്തെങ്കിലും ചില സൂചന കാണുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ച് കേൾക്കുമ്പോഴേക്കും വിധി എഴുതലല്ല. അത് വളരെ അപകടകരമാണ്. അതൊക്കെ നാവുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടതാണ്. മുസ്ലിമീന ബിശ്ശരി, മുസ്ലിമീങ്ങൾക്ക് ആപത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. ഈ ചങ്ങായിമാരൊക്കെ നശിക്കട്ടെ, മുസ്ലിങ്ങളല്ലേ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കേടായിട്ട് പ്രാർത്ഥിക്കുക, അതും ചെയ്യാൻ പാടില്ല. വൽവഅദുൽ കാദിബ്, പിന്നെ കള്ള വാഗ്ദാനങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാവും. വലിയ വലിയ നേതാക്കന്മാരും ആളുകളൊക്കെ വന്ന് സ്റ്റേജിൽ വെച്ചിട്ട് വല്ല വിഷയവും പറയുമ്പോൾ എന്റെ വക ഇത്ര റുപ്യ എന്ന് പറയും. അപ്പൊ അയാളെ കുറിച്ച് മൈക്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അയാൾക്ക് വേണ്ടി ദുആയെല്ലാം നടത്തും. പിന്നെ ഈ വാഗ്ദത്തം ചെയ്ത പൈസക്ക് പോയൊക്കെ അമ്മ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ചിലപ്പോ പറഞ്ഞതിന്റെ ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനെ വാഗ്ദത്തം ചെയ്തത് ലംഘിക്കുന്ന രീതി, അതാണ് കള്ളവാഗ്ദാനം എന്ന് പറയുന്നത്. പേര് കിട്ടാൻ വേണ്ടി
പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് പറയാൻ കൊടുക്കൂല, പറഞ്ഞത് കൊടുക്കൂല, അങ്ങനെ ഈ കള്ള വാഗ്ദാനങ്ങൾ. രണ്ട് മുകളുള്ള ആളുകളുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഈ ഇരുതല മൂരി എന്നൊക്കെ പറയുന്ന മാതിരി രണ്ട് തല രണ്ട് മുഖം. അയാൾക്ക് പോയാൽ അയാൾക്കൊത്തും പറയും, ഇയാൾക്കൊത്തു പറഞ്ഞാൽ ഇയാൾക്കൊത്തും പറയും. ഇങ്ങനെ ഈ അങ്കിടത്തി കളി കളിക്കുന്ന ചില ആളുകളുണ്ട്. കലാമുദ്ദിൽ വജീ, അതും നാവിന്റെ അപകടമാണ്. ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയും. മറ്റ് ചീത്ത വാക്കുകളൊക്കെ നാവിന്റെ അപകടങ്ങളാണ്. ചില വാക്കുകളൊക്കെ അസഭ്യം പറയാം. ഇപ്പൊ പുറത്ത് പറയാൻ മടിയുള്ള, ഗോപ്യമാക്കി വെക്കേണ്ട ചില മറച്ചു പറയേണ്ട വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തെളിച്ച് പറഞ്ഞ് ഒരു നാണമില്ലാത്ത, ഇന്നിപ്പോ എത്രയാ ഈ ഷോർട്ട്കട്ട് വീഡിയോയിലും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പൊളിച്ച തെറിയും അസഭ്യങ്ങളും ഒക്കെ തന്നെയല്ലേ. അത് മുസ്ലിം എന്നല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ മുസ്ലിമിന് ആ പാത പിന്തുടരാൻ പാടില്ല. കാരണം അത് നാവിന്റെ അപകടങ്ങളിൽപ്പെട്ടതും മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതുമായ പ്രവൃത്തിയാണ്. തർക്കിക്കുക, ജനങ്ങളോട് കലഹം കൂടുക, അധികമായി തർക്കിക്കുക, ആവശ്യമില്ലാത്തതിൽ ഇടപെടുക. ആലിമ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിൽ ആലിമല്ലാത്ത ആളുകളെ ഇടപെട്ട് സംസാരിക്കുക, ഇതുപോലെയുള്ള ആവശ്യമില്ലാത്തതിൽ ഇടപെടുക തുടങ്ങിയിട്ടുള്ള ഇപ്പൊ പറഞ്ഞതിനെ പത്രമായി 20ഓളായി സലിമാൻ പറഞ്ഞാണ്. ഇത്രയും കൂടുതൽ അപകടങ്ങൾ നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്നുണ്ട്. അത് സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞൊരു ഹദീസ് പറഞ്ഞു നിർത്താം. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കട്ടെ. അവർ പറയുകയാണെങ്കിൽ ഹൈറായത് പറയട്ടെ. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നിശബ്ദനാകട്ടെ. ഹൈറുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ച നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ള അനുഗ്രഹമാണ്. എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അള്ളാഹു കാവൽ നൽകട്ടെ. അള്ളാഹുവിന് പൊരുത്തപ്പെടാത്തത് ചെയ്തു പോകാതിരിക്കാനുള്ള സുരക്ഷ അള്ളാഹു നമുക്ക് നൽകി നിലനിർത്തി തരട്ടെ. അള്ളാഹു സാലിഹ്യങ്ങളുടെ കൂട്ടത്തിലായി ജീവിച്ച് സാലിഹ്യങ്ങളുടെ കൂട്ടത്തിലായി മരിച്ചു പോകുന്ന നല്ലവരിൽ നല്ലവരായവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.